ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കിടെക് സൊല്യൂഷൻ. ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ മുന്നേ ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് പേര് കമൻസിലും വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഈ നമ്മളുടെ റിലേ ബോക്സിനകത്തുള്ള ഫ്യൂസിനെക്കുറിച്ചും റിലേയെക്കുറിച്ചും ഒന്ന് വ്യക്തമായിട്ട് പറയണമെന്ന് പറഞ്ഞു. ഇതിന് മുന്നേ വണ്ടി ഓവർ ഹീറ്റായാൽ എങ്ങനെയാണ് അത് റിലേ ചെക്ക് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് മുന്നേ ഉള്ള വീഡിയോ ചെക്ക് ചെയ്താൽ മതി. ഞാനിന്ന് ഇതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് റിലേയെക്കുറിച്ചും ഫീസിനെക്കുറിച്ചാണ് ഇത് പറയുന്നത്. ഇതാണ് റിലേ ബോക്സ്. നമ്മളുടെ ഫ്യൂസ് ബോക്സ് അറിയാം, അതിന് മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ റിലേ ബോക്സ് ഇതാണ്. റിലേ ബോക്സ് നമുക്ക് ലോക്ക് രണ്ട് സൈഡ് പ്രസ് ചെയ്ത് ലോക്ക് എടുക്കുക. ഇത് ഇങ്ങനെ ഇളക്കിയെടുക്കാം. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പല വണ്ടികൾക്കും വേരിയൻ്റ് അനുസരിച്ച് ഇതിൻ്റെ റിലേക്ക് ഉള്ള എണ്ണത്തിന് വ്യത്യാസം ഉണ്ടാവും, ഫീസിനും എണ്ണത്തിനും വ്യത്യാസം ഉണ്ടാവും. AMD വണ്ടിയാകുമ്പോഴത്തേക്ക് കൂടുതൽ ഇതുണ്ടാവും, റിലേ ഉണ്ടാവും. ഇതൊക്കെയാണ് ഈ ബ്ലൂ കളറൊക്കെയാണ് റിലേ എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ ഫ്യൂസാണ് വരുന്നത്. മെയിൻ ഫ്യൂസുകളാണ് വരുന്നത്, ചെറുതും വലുതുമായിട്ടുള്ള പല ആംബിയൻ്റെ ഫ്യൂസുകളാണ് വരുന്നത്. ഇനി ഇത് എന്തിനൊക്കെ ഏതിനൊക്കെയാണെന്നുള്ളത് കുറിച്ച് പറയാം. ഇതിൽ ഇവിടെ തുടങ്ങാം. ഇതാണ് ECMൻ്റെ റിലേ. ECM എന്ന് പറയുന്നത് നമുക്കറിയില്ല, വണ്ടിയുടെ കൺട്രോൾ മൊഡ്യൂളാണ്, അതിൻ്റെ റിലേയാണ് ഇത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇതാണ് റേഡിയേറ്റർ ഫാൻ്റെ റിലേ. ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എങ്ങനെയാണ് ഇത് ഊരിയെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പ്രസ് ചെയ്താൽ മതി. പക്ഷേ നമുക്ക് വണ്ടി ഹീറ്റായിക്കുന്ന സമയത്ത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഹീറ്റായിക്കുന്ന സമയത്ത് ഇതാണ് ഇതിൻ്റെ റിലേ. ഇതിൽ നമുക്ക് ഉണ്ടാവും എത്രയാണ് അതിൻ്റെ ആംബിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് അതിൻ്റെ റിലേ. ഇത് പല കളറിൽ വരുന്നുണ്ട്. എപ്പോഴും കമ്പനി സാധനം തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതാണ് റേഡിയേറ്റർ ഫാൻ്റെ റിലേ. ഇത് ഫ്യൂൽ പമ്പിൻ്റെ റിലേയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് രണ്ട് റിലേയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. റിലേക്കൊന്നും വലിയ വിലയില്ല, പക്ഷേ നമ്മളെ വഴിയിൽ കിടത്താൻ ഈ സാധനം രണ്ടും മതി. ഇത് ഫ്യൂൽ പമ്പിൻ്റെയാണ്. ഫ്യൂൽ പമ്പ് സംബന്ധമായിട്ട് ഫ്യൂലിംഗ് ഇത് നടക്കുന്നില്ലെങ്കിൽ ഈ റിലേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇതാണ് ഫ്യൂൽ പമ്പിൻ്റെ റിലേ. സെയിമാണ്. സെയിമാണ് രണ്ടും. ഇത് പിന്നെ അത് കഴിഞ്ഞിട്ട് റിലേ വരുന്നത് ഇത് AC-യുടെ റിലേയാണ്. നമ്മുടെ വണ്ടിയുടെ എയർ കണ്ടീഷൻ്റെ റിലേയാണ് ഇത് വരുന്നത്. ഇതാണ് ഹോണിൻ്റെ റിലേ വരുന്നത്. നമ്മൾ കമ്പനി ഫിറ്റഡ് ആയിട്ടുള്ള ഹോണിന് വരുന്ന റിലേ ഇതാണ്. അഡീഷണൽ ഫിറ്റിംഗ് ഉണ്ടെങ്കിൽ വേറെ റിലേയും കൂടെ ഉണ്ടാവും. അപ്പം ഇത് കമ്പനി ഫിറ്റഡ് ആയിട്ടുള്ള ഹോണിൻ്റെ റിലേ ആണ്. പിന്നെ അടുത്ത് മെയിനായിട്ട് വരുന്ന ഇതൊക്കെ ഈ ഓട്ടോമാറ്റിക്കിൻ്റെ റിലേസാണ്. പിന്നെ ഇത് ഫോഗിൻ്റെയാണ്, ഫോഗ് ലാമ്പിൻ്റെ റിലേയാണ് വരുന്നത്. അതായത് നമ്മുടെ ഫോഗ് ലാമ്പ്, പഴയ വണ്ടികൾക്ക് ഫോഗ് ലാമ്പുണ്ട്. ആ ഫോഗ് ലാമ്പിൽ വരുന്ന അതിനു വേണ്ടി വരുന്ന റിലേയാണ് ഇത്. പിന്നെ ബാക്കി ഇതൊക്കെ ഓട്ടോമാറ്റിക്കിൻ്റെ റിലേയാണ് വരുന്നത്. അടുത്ത് ഇതാണ് ഫ്യൂൽ ഇഞ്ചക്ടറിൻ്റെ ഫ്യൂസ്. ഫ്യൂൽ ഇഞ്ചക്ടറിൻ്റെ ഫ്യൂസാണിത്. ഇതൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും പോകാറില്ല. ഈ ഫ്യൂസൊന്നും നമ്മൾ ഇതിനകത്ത് പോകുന്നത് വളരെ റെയറാണ്. കാരണം അഡീഷണൽ ഫ്യൂസ് വേറെ ഉണ്ട്. ഇതാണ് മെയിൻ ഫ്യൂസ് എന്നേ ഉള്ളൂ. ഇതൊന്നും അങ്ങനെ പോകാറില്ല. ഇതൊക്കെ കമ്പനി തന്നെ നമുക്ക് വിശദീകരിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴും സർവീസ് സെൻറ്ററിന് അവർ തന്നെ ചെയ്യണമെന്നാണ് കമ്പനിയുടെ നിയമം. പിന്നെ ഞാനൊന്ന് പറയുന്നതേ ഉള്ളൂ. കാരണം ഇത് ഫ്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിലെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ വണ്ടിയെ ബാധിക്കും. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇത് എൻജിൻ സെൻസറിൻ്റെതാണ് ചെയ്തത്. ഇത് അഥവാ ഇതെന്തെങ്കിലും കാരണത്താൽ നിങ്ങൾ മാറ്റുന്നുണ്ടെങ്കിൽ ഏത് ആംബിയറാണ്, ഇപ്പോൾ 25 ഉണ്ടെങ്കിൽ 25ൻ്റെ ഫ്യൂസ് തന്നെ ഇടണം. പിന്നെ അതുപോലെ ഇനി അടുത്ത ഇതെന്ന് പറയുന്നത് ഈ ബ്ലൂ കളറായിട്ട് വരുന്ന അത് 15ൻ്റെ 15 അത് വരുന്നത് ഒരു ഫോക്ക് ലാമ്പിൻ്റെയാണ്.
നമ്മുടെ പഴയ വണ്ടികൾക്ക് ഫോഗ് ലാമ്പ് ഇട്ട്, ചില പുതിയ വണ്ടികൾ DRL കണക്റ്റ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ഫോഗ് ലാമ്പിൻ്റെയാണ് അത് വരുന്നത്. പിന്നെ അടുത്ത് വരുന്നത് ഇതാണ് ഹോണിൻ്റെത്. ഹോണിൻ്റെ ഫ്യൂസാണ് റെഡ് ഈ വരുന്നത്. ഹോണിൻ്റെ ഫ്യൂസാണ് ഇത് റിലേയും ഇത് ഫ്യൂസുമാണ്, രണ്ടാണ്. റിലേയും ഫ്യൂസും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതാണ് ഫ്യൂസ് വരുന്നത്, ഹോണിനെ സംബന്ധിച്ചുള്ള ഫ്യൂസ് വരുന്നത്. ഇത് റിലേ ആണ്. പിന്നെ നമ്മുടെ പവർ സ്റ്റിയറിങ്ങിൻ്റെ വരുന്നതാണ് ഈ യെല്ലോ കളർ വരുന്നത്. പവർ സ്റ്റിയറിങ്ങിൻ്റെയാണ്. പവർ സ്റ്റിയറിംഗ് അതിന് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതിൻ്റെ മുകളിൽ വരുന്ന ക്യാബിനിലേക്ക് പോകുന്ന പവറിൻ്റെതാണ് ഇതിൻ്റെ മുകളിലേക്ക് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ചെറിയ റെഡ് 10 അത് AC-യുടേതാണ്. നമ്മുടെ AC ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഫ്യൂസാണ്. അതുപോലെ ഇതിൻ്റെ താഴെ വരുന്ന ഫാൻ്റെതാണ്. ഫാൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ റേഡിയേറ്റർ ഫാൻ്റെതാണ് ഈ ബ്ലൂ വരുന്നത്. ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിലേക്ക് വരുന്ന ഫ്യൂസും റിലേയുടെയും ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് റീപ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ ആംബിയർ അനുസരിച്ചുള്ളത് മാത്രം റീപ്ലേസ് ചെയ്യുക. ഇപ്പോൾ പുറത്ത് ഈ കളർ തന്നെ കിട്ടണമെന്നില്ല, ബ്ലാക്കൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വാറണ്ടി ഉള്ള വണ്ടികൾ ഒരിക്കലും ഇത് പുറത്തുനിന്ന് മാറ്റരുത്. പുറത്തുനിന്ന് മാറ്റിക്കഴിഞ്ഞാൽ വാറണ്ടി എഫക്റ്റ് ചെയ്യും. വാറണ്ടി ഇല്ലാത്ത വണ്ടികൾക്ക് പ്രശ്നമില്ല, പുറത്തുനിന്നുള്ളത് മാറ്റി ഇട്ടാലും മതി. പക്ഷേ കറക്റ്റായിട്ടുള്ള ആംബിയർ ഉള്ളത് ഇടുക. പിന്നെ എപ്പോഴും നമ്മുടെ വണ്ടിയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ പറയുന്ന റിലേ ചെക്ക് ചെയ്യുക. മെയിനായിട്ട് ഈ 2 റിലേ ആണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം അത് രണ്ടും ചെക്ക് ചെയ്യുക. അതെന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും ചെക്ക് ചെയ്യുക. കാരണം ഈ ചെറിയൊരു റിലേയുടെ പ്രശ്നങ്ങൾ കൊണ്ട് വരുമ്പോൾ നമ്മൾ വണ്ടി വഴിയിലാകുമ്പോൾ നമ്മുടെ ഈ ഏതെങ്കിലും ലോക്കൽ വർക്ക്ഷോപ്പിൽ കാണിക്കുമ്പോൾ ഇവർ ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറയും, ഒരുപാട് പൈസ ചോദിക്കുന്നുണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറയും. ചിലപ്പം എന്താ പറയുക, ഈ ചെറിയ സാധനത്തിന് വേണ്ടി അവർ പറയും ഫാൻ പോയി, അത് പോയി, ഇത് പോയി, ഫ്യൂൽ പമ്പ് പോയി, അതിന് ഒരുപാട് പൈസ ആകുമെന്നും പറഞ്ഞ് 10,000-15,000 രൂപയൊക്കെ പറ്റിച്ച് വാങ്ങുന്ന ടീമുകളുണ്ട്. അപ്പോൾ അതിലൊന്നും ചെന്ന് വീഴാതിരിക്കുക. ഫ്യൂസ് കറക്റ്റായിട്ട് റിലേയും ഫ്യൂസും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.